എടാ നമുക്ക് ഇപ്പോൾ ഇവിടെ നടക്കണം. എന്താടാ ഡ്യൂട്ടി കാര്യം പറടാ. കാര്യമൊക്കെ ഞാൻ പറയാം. ഇവിടെ തന്നെ എന്തുവാടാ എന്താടാ നിനക്ക് വൈകി? സ്നേഹലാവണ്യ ദേവാലയം ഗോപുരം നീളെ ആയുധം ദീപം ഉരുങ്ങി ഉരുകി മെഴുകു തീകൾ ചാത്തും കരയും. നീ ആയിരുന്നാ? നീ ഇതെപ്പത്തി ഇങ്ങനെയാണോടാ അരിയുന്നേ? മാറിയേ. എന്തിയേ സാധനം കിട്ടിയാ? കിട്ടിയടാ മക്കളെ, റെഡ് ലേബൽ. തുടങ്ങിയാലേ? ചെറുക്ക ഓർഡറാ, കുറെ നേരമല്ലേ? അവ ഇപ്പൊ വരുവാടാ. സാധനങ്ങളെല്ലാം എടുത്താ? ഓ കഴിഞ്ഞു. കഴിഞ്ഞ നീ ഇവിടെ വന്നിരിക്കും. രാഹുലേ, സ്പീക്കർ കണക്ട്. സ്പീക്കറാ? സ്പീക്കർ ഞാൻ എടുത്തില്ല. എടുത്തില്ലേ? ഇല്ല. നിന്നോട് എടുക്കാൻ പറഞ്ഞല്ലേ? എടാ നീ ചാടണ്ട, അവൻ്റെ തെടുക്കണ ഞാനാ പറഞ്ഞു. എന്തിന്? കാര്യമുണ്ട്. എടാ ഇന്നിതിപ്പോൾ ആരുടെ ചിലവാ? നിന്റെ ചിലവ്. എന്നല്ല, ഇതെൻ്റെ അച്ചാമ്മയുടെ ചിലവാ. അച്ചാമ്മയുടെ ചിലവാ? അതേടാ, ഇന്ന് വൈകിട്ട് അച്ചാമ്മ എന്നെ വിളിച്ചട്ടെ വീടിൻ്റെ താക്കോലും 2000 രൂപയും തന്നിട്ട് പറഞ്ഞ്, മോനെ ഇന്ന് നീ നമ്മുടെ കുടുംബ വീട് വരെ പോകണം, നിന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കോ, ഒരു കുപ്പി എടുത്തു, എന്നിട്ട് നീ ഇന്ന് രാത്രി മുഴുവൻ നമ്മുടെ കുടുംബ വീട്ടിൽ നിൽക്കണം. വേറൊന്നും അല്ലടാ, ഇന്ന് എൻ്റെ അച്ചാച്ചൻ്റെ പിറന്നാളാണ്. ആ മനുഷ്യൻ ഇന്ന് അവിടെ ഒറ്റയ്ക്കാക്കണ്ട. കൂടാതെ നീ അച്ചാമ്മയ്ക്ക് വേണ്ടി 2 കാര്യങ്ങളും കൂടെ ചെയ്യണം. എന്ത് കാര്യം? അച്ചാച്ചന് വേണ്ടി ഒരു പിക്ക് മാറ്റി വയ്ക്കണം. അപ്പൊ രണ്ടാമത്തെയോ? പറയാം. എടാ നിങ്ങളിവിടെ ചുറ്റും ഒന്ന് നോക്കിയേ, അച്ചാച്ചൻ്റെ ഫോട്ടോ എങ്കിലും ഉണ്ടോ ഇവിടെ? അതാണ് പുള്ളിക്കാരൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നാളെ ഞാൻ മരിച്ചാലും എൻ്റെ ഓർമ്മയ്ക്ക് ഒരു ഫോട്ടോ പോലും ഇവിടെ വരരുത്. പകരം ഈ ചാരു കസേരയും ഈ ടിവിയും DVD യും എന്നും ഇവിടെ കാണണം. പുള്ളിക്കാരൻ അങ്ങനെ ആയിരുന്നടാ. ഈ ടിവിയും ഇതിലെ സിനിമകളും ആയിരുന്നു പുള്ളിക്കാരൻ്റെ ലോകം. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇന്ന് പാട്ടും ബഹളമൊന്നുമില്ല. ഇന്ന് അച്ചാച്ചൻ്റെ സിനിമയും കണ്ട് നമ്മൾ കൂടുന്നു. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പെക്കിൽ നിന്ന് തുടങ്ങാം.
നമുക്കെന്ത് എടുക്ക്. Cheers. ചിയേഴ്സ്. ഡേയ് നിന്റെ അച്ചാമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എടാ അച്ചാമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്ന് രാത്രി അച്ചാച്ച സിനിമ കാണാൻ ഇവിടെ വരുന്നുണ്ടെന്നാ. ആ ഒന്ന് പോടാ. പിന്നെ അല്ല ശരിക്കും നിങ്ങൾക്കറിയാവോ, എന്നും രാത്രി ചുറ്റും ഇരുട്ടാകുമ്പോഴത്തേക്കിനും ഈ ടി വിയിൽ നിന്നൊരു പ്രത്യേക വെളിച്ചം വരും. ആ വെളിച്ചത്തിൽ ഈ ഇരിക്കുന്ന ചാരുക സീരിയൽ അച്ചാച്ചൻ ഇരിക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. ഏയ് മതി മതി നിർത്തിക്കേ. എടാ സത്യം. വല്ല ലോജിക്കും വേണ്ടേ അവൻ്റെ ഒരു കഥ. നീ അടിയളിയാ അടി. അതാ ഒഴി. ഇളയാ ഈ മായിര പട്ടിക്കൊന്നും ഉറക്കമില്ലേ? ഏത് പട്ടി? പട്ടിയുടെ കാര്യം വിട്, നമുക്ക് ഉറങ്ങണ്ടേ. പറഞ്ഞല്ലോ നമുക്ക് ഉറങ്ങാം. ഇത് എവിടെ പോണു? ആളായിരുന്നു. അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അയ്യോ എൻ്റെ കാര്യത്തിൽ എന്ത് പറ്റി? അളയാ ഞാനൊരു 10 മണിക്കോളം വിളിക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അത് മതി. ഞാനൊരു 15 മിനിറ്റ് ഇത് സോളാക്കിട്ട് ഇപ്പോൾ വരാം. ആ നീ പോയിട്ട് മോനെ പോയിട്ട് മതി. ആ മോളെ അവനും പോയി. ഞാൻ നാളെ വരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ? ഭയങ്കര ക്ഷീണം. 15 മിനിറ്റ് ആയില്ലേ? ഞാനപ്പോൾ നാളെ വിളിക്കട്ടെ. ശരി 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 ബൈ. ഏയ് ഉറങ്ങണ്ടേ? സമയം 10:12. 12 മണിയായ നീയാളെ വിളിച്ചില്ലേ? പിന്നെ ഇല്ലാതെ പിന്നെ പോണേ ഏനിത് തന്നെ. നീ ഓക്കെ അല്ലേ? ആടാ നിന്നെ ഇപ്പൊ ഞാൻ വിളിച്ചല്ലേ ഉള്ളൂ. ഞാൻ ഈ കോളം സെറ്റ് ആയി. എടി നീ പറഞ്ഞ കാര്യം തന്നെ 10-15 മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുവല്ലേ. ഞാനിത് അവിടെ ഒന്ന് സോൾവ് ചെയ്യുന്ന ഓൾറെഡി നിന്നോട് പറഞ്ഞല്ലേ. എനിക്കല്ല ക്ഷീണം. ഞാൻ കട്ടിയോ? ശരി. മഹേഷൻ എനിറ്റേ
നീ ആ ക്ലോക്കിലേക്ക് ഒന്ന് നോക്കിയേ. അല്ല നീ അവളായിട്ട് സംസാരിച്ചില്ലെന്നല്ലേ? ഞാൻ ഒരു 15 മിനിറ്റായിട്ട് അവിടെ സംസാരിച്ച് വന്നു. തിരിച്ചു വന്നപ്പോൾ സമയം 12. എടാ നീ എവിടെ പോയി കിടക്കാം? 10 മണിക്ക് വിളിക്കാന്ന് പറഞ്ഞാലേ എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഹലോ ഹലോ വയ്യടാ. ഞാൻ ഒരു വട്ടം വളവിക്കുമ്പോഴും പുതുതായിട്ട് വളവിക്കുന്നൊരു ഫീലാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ ഇത് മറ്റേതല്ലേ? എന്ത് മറ്റേത്? എടാ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ടൈം ട്രാവൽ അല്ല, ടൈം ലൂപ്പ് അല്ലേ? അങ്ങനെ തോന്നില്ലേ? നീ തെളിച്ച് പറയാം. രാഹുൽ ആദ്യം ആൾ വയ്ക്കാൻ പോകുന്നു, അപ്പോൾ ഇനി കോള് വരുന്നു, ഞാൻ പുറത്തേക്ക് പോകുന്നു, അപ്പം ഞാൻ അവളുടെ അടുത്ത് 15 മിനിറ്റ് സംസാരിക്കും. തിരിച്ചു വരുന്നു, വീണ്ടും രാഹുൽ വാൾ വയ്ക്കാൻ വരുന്നു, പുറത്തു പോകുന്നു, എനിക്ക് വീണ്ടും കോള് വരുന്നു, അവൾ ആ കോളിൽ സംസാരിച്ച അതേ കാര്യങ്ങൾ വീണ്ടും എൻ്റെ അടുത്ത് പറയുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ എല്ലാം പഴയതുപോലെ, ടിവിയിൽ അതേ വിഷ്വൽസ്, അതേ സമയം. ഇപ്പൊ ഇത് ഇത്രയും 3 വീണ്ടും റിപ്പീറ്റ് ആയി. ഇതല്ലേ ടൈം ലൂപ്പ് അല്ലേ? അതെ അതെ അതെ. എന്തത്? എടാ ഇതാണോടാ നീ നേരത്തെ പറഞ്ഞ ലോജിക്കലി സംസാരിക്കാൻ? ഇതാണോടാ നിന്റെ ലോജിക്ക്? ഞാൻ തമാശ പറഞ്ഞല്ല, ഇവിടെ നടക്കുന്നത്. നിർത്ത്. നീ ലോജിക്കലായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. എടാ നിൻ്റെയൊക്കെ രണ്ടിൻ്റെ കിളി പോയിരിക്കുക. എടാ നമ്മളിന്ന് 3 പേര് ഒരുപാടൊന്ന് കഴിച്ചില്ലേ? ഒരുപാട് എൻജോയ് ചെയ്തില്ലേ? എടാ ഇതൊക്കെ നിനക്ക് തോന്നിയാടാ നിനക്കൊക്കെ? പിന്നെ ഇവൻ പറഞ്ഞു വെച്ചിട്ട് ഇതൊക്കെ സത്യമാണെങ്കിൽ ഞാൻ വീണ്ടും മോള് വയ്ക്കാൻ പോണ്ടല്ലേ? പോയില്ലല്ലോ. ടി വിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? നിന്റെ ഫോണിൽ കോള് വന്നോ? ഇല്ലല്ലോ. എടാ തോന്നേടാ ഇതൊക്കെ. നീ പോവാന്നാ? എടാ കുറച്ചുകൂടെ ഇരി, നമുക്കൊരു സിനിമയെ കാണാം. ഇവൻ പറഞ്ഞ് സത്യമാണെന്ന് നോക്കാമല്ലോ. ഒന്ന് പോടാ അവിടുന്ന്. ഈ പടം ഇവിടുന്ന് തന്നെ 100 കണ്ടിട്ടുണ്ട്. 100 കേട്ടോ? എന്തിന്? ഞാനൊന്നും ഇത് മര്യാദയ്ക്ക് ഒരു തവണ പോലും കണ്ടിട്ടില്ല. എടാ എൻ്റെ ഈ കസേരയിരിക്കുന്ന അച്ചാച്ചനുണ്ടല്ലോ, ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും എന്നെ ഓരോ പടം എടുത്ത് കാണിക്കും. നമ്മൾ ഓൾറെഡി കണ്ടതായതുകൊണ്ട് പകുതിക്ക് വെച്ച് ഞാനങ്ങ് പോകും. പക്ഷെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഞാൻ എപ്പോൾ തിരിച്ചു വന്നാലും ഞാൻ എവിടെ വെച്ചാണ് നിർത്തിയിട്ട് പോയത് അവിടെ വെച്ച് പിന്നെ എന്നെ കാണിക്കും. അന്ന് നീ പറഞ്ഞതുപോലെ ഇതെനിക്കൊരു ടൈം ലൂപ്പായിരുന്നു. സൈക്കോ അടേ എൻ്റെ അച്ചാച്ചൻ. സിനിമ സൈക്കോ അച്ചാച്ചൻ. എടാ നമുക്കിപ്പോൾ ഇവിടെ നടക്കണം. കാര്യം പറടാ. ആരൊക്കെ ഞാൻ പറയാം. കാര്യം പറഞ്ഞ എന്താടാ നിനക്ക് വൈകി?
ഈ 500 3 മക്കളെ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്നവനെ ഞാൻ ആ മാവിന്റെ ചോട്ടിൽ വെട്ടി കുഴിച്ചു മൂടി. എന്തുവാണ് ഇവിടെ നടക്കുന്നത്? എടാ നമ്മൾ ടി വി കണ്ടപ്പോഴും മദ്യവെച്ചൊഴുക അച്ചാച്ചൻ നമ്മളോടുണ്ടായിരുന്നടാ. അപ്പോ നീ എന്തുവാടായി പറഞ്ഞു വരുന്നത്? എടാ ഇനി സിനിമയുടെ അച്ചാച്ചൻ ഇവിടുന്ന് കാണാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. പ്രയത്തോടെ നിങ്ങളുടെ സിനിമയാണോ പട്ടി? നിർത്താൻ തന്നോ അവന്റെ അപ്പൂപ്പന്റെ ടി വി കസേര ഇനി എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം. ഇതല്ലേ നിന്റെ തീർച്ചയാ ഇതുവരെ ഇല്ല. എനിക്കടാ എന്നും രാത്രി ചുറ്റിയിരുട്ടാകുമ്പോഴത്തേക്കിനും ഈ ടി വിയിൽ നിന്നൊരു പ്രത്യേക വെളിച്ചം വരും. ആ വെളിച്ചത്തിൽ ഈ ഇരിക്കുന്ന ചാരുകസേരയിൽ അച്ചാച്ചനിരിക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. കാര്യടാ. അയ്യോ അയ്യോ നമ്മളിനി എന്ത് ചെയ്യൂടാ? പടം മൊത്തം മര്യാദ ഇരുന്നുണ്ടാ വീട്ടിൽ പോവാം. അപ്പൊ തുടങ്ങല്ലേ?